എല്ലാവരും ഇങ്ങോട്ട് നോക്കി. നമസ്കാരം. ഒരു മികച്ച ഭരണത്തിന് ഏറ്റവും മികച്ച ഒരു പ്രതിപക്ഷം ഉണ്ടാവണം. നീ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ ക്രിയാത്മകമായി ഉന്നയിക്കുന്ന വിമർശനങ്ങളെ ദയവ് ചെയ്ത് ഭരണത്തിലിരിക്കുന്ന ആൾക്കാരുടെ സ്നേഹിതർ, ഭരണത്തിലിരിക്കുന്ന ആൾക്കാർക്ക് പ്രിയപ്പെട്ടവർ അതിനെ പരിഹാസമായി കാണാതെ ആ വിമർശനങ്ങളെ ക്രിയാത്മകമായി എടുത്താൽ കൂടുതൽ മികച്ച രീതിയിലുള്ള ഭരണം നയിക്കാൻ കഴിയും. എന്തോ ഇതെന്തോ പാല വെക്കാനുള്ള പുറപ്പാടാ, അല്ലാതെ നമ്മൾ രണ്ടാലും DFLS നമുക്ക് ഇതുവരെ കരുതിയുണ്ടോ? ഞാൻ കഴിഞ്ഞ 10 വർഷം പിണറായി വിജയനെ അതിശക്തമായി വിമർശിക്കുന്ന സമയത്തും അതങ്ങനെ അല്പന ഐശ്വര്യം കിട്ടി അർദ്ധരാത്രിക്ക് കൊട പിടിക്കുന്നതുപോലെ ഞാൻ പറയുന്നൊരു കാര്യമായിരുന്നു, പിണറായി വിജയനെ ഞാൻ വിമർശിക്കുന്നത് പിണറായി വിജയൻ നടന്ന വ്യക്തിയോടുള്ള വിരോധം കൊണ്ടല്ല, മറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ജനോപകാരപ്രദമല്ലാതെ പോകുന്ന നിമിഷങ്ങളിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയരുന്ന രോഷങ്ങളെ ഞാൻ എന്റെ ശബ്ദത്തിലൂടെ അറിയിക്കുകയാണ് ചെയ്തതെന്ന്. മനോഹരമായിട്ടുള്ള ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി എടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ഭരണം ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. അപ്രകാരം ചില വിമർശനങ്ങൾ മാത്രമാണ് ഞാൻ ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ദയവ് ചെയ്ത് പ്രിയപ്പെട്ട കോൺഗ്രസിലെ എന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കുക. സൂചി കയറ്റ സ്ഥലം തന്നാ അതിലൂടെ ഒലക്ക കയറ്റാൻ ശ്രമിക്കുന്ന ആളാ താൻ. ഞാനെല്ലാം മറന്നു തന്റെ വിചാരം. എനിക്ക് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയോടോ VD സതീശൻ എന്ന മുഖ്യമന്ത്രിയോടോ രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിയോടോ ആരോടും 1% പോലും വിരോധമില്ല എന്ന് മാത്രമല്ല, ഇവരോടൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ സ്നേഹവും വലിയ അടുപ്പവുമാണ്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാണ്. അധികാരത്തിലിരിക്കുന്നവർ ചെയ്യേണ്ട കാര്യങ്ങൾ ജനങ്ങൾക്ക് കൂടുതൽ ഗുണപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ എന്നാൽ കഴിയുന്ന ചില കാര്യങ്ങൾ പറയുകയാണ്. അത് കോൺഗ്രസ് അധികാരത്തിൽ എത്തണമെന്ന് ആഗ്രഹിച്ച പ്രതിപക്ഷ നിരയിൽ പെട്ട ഒരാളായിരുന്നു ഞാനെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. എടാ, നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് VD സതീശനെ കൂടുതൽ സോഷ്യൽ മീഡിയയിലേക്ക് ആക്റ്റീവായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുടെ ടീം നടത്തിയ പ്രവർത്തനങ്ങളിൽ ഇതിനു മുൻപ് ഞാനും ഭാഗമായിരുന്നു. രാമദാസ മോനെ, നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ഞാൻ പറയും. അത് നല്ല അടികൊള്ളാത്തതിന്റെ. മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയുമായിട്ടും ഒക്കെ നിരവധി വിഷയങ്ങൾ പലപ്പോഴും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ നിരവധി കാര്യങ്ങളൊക്കെ തന്നെ എന്റെ സോഷ്യൽ മീഡിയ വഴി അറിയിച്ചിട്ടുമുണ്ട്. ചിലതൊക്കെ തന്നെ അവരുടെ ആഗ്രഹങ്ങൾ ഞാൻ അതേപടി അറിയിക്കുകയായിരുന്നു. വേണ്ടദാസ, സ്വന്തം നിലമറന്ന് നമ്മൾ കളിക്കരുത്. ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനൊക്കെ ഒരു ടെക്നിക്ക് വേണം. ശരി സാർ, അതാദ്യം പഠിക്കണം നീ കേട്ടാ. വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഈ പ്രഖ്യാപനങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്തതാണ് എന്നുള്ള കാര്യം എന്നോട് ആദ്യം പറയുന്നത് രമേശ് ചെന്നിത്തലയാണ്. കാരണം ഞാൻ ഈ നിർദ്ദേശം ഇത് ജെൻസി കുട്ടികളെ ആകർഷിക്കുമെന്നുള്ള ചിന്തയിൽ ഞാൻ ഈ നിർദ്ദേശം പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തലയുമായിട്ട് പറയുകയും അദ്ദേഹം പറഞ്ഞു അത് നമ്മൾക്ക് പറ്റുന്നതല്ല.